ഹലോ മക്കളെ, ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന് എല്ലാവരും അതിഗംഭീരമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറയുന്നത് പഠിക്കുന്നതോടൊപ്പം തന്നെ റിവിഷനും കൂടി തന്നെയാണ്. അതിഗംഭീരമായിട്ട് റിവൈസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എല്ലാ കോൺസെപ്റ്റും മൈൻഡിൽ ഉണ്ടാവുകയുള്ളൂ, എല്ലാ പ്രോബ്ലം മനസ്സിലുണ്ടാവുകയുള്ളൂ, നമുക്ക് ബോർഡ് എക്സാമിൽ അതിമനോഹരമായിട്ട് മാർക്ക് നേടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇതാ മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ആദ്യമായിട്ട് സൈലം ഷോർട്ട് നോട്ട്സ് മെറ്റീരിയൽ എന്ന രീതിക്ക് ഇൻസ്റ്റാളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഏറ്റവും ഗംഭീരമായിട്ട് 1 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് റിവൈസ് ചെയ്ത് തീർക്കാനുള്ള ഒരു മെറ്റീരിയലായിട്ട് സൈലം വരുന്നു. സൈലത്തിൻ്റെ മൈൻഡ് മാപ്സ്. എന്താണ് മൈൻഡ് മാപ്പ്? ഒരു ചാപ്റ്ററിലെ കംപ്ലീറ്റ് കോൺസെപ്റ്റുകളും കംപ്ലീറ്റ് ഫോർമുലാസ് നിങ്ങൾക്ക് ഒരു ഷീറ്റിൽ ലഭ്യമാവുക. എല്ലാതും റിവൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 മിനിറ്റ് മാത്രം മതി. നിങ്ങൾക്ക് എങ്ങനെയാണ് മൈൻഡ് മാപ്പ് ഇത്രമേൽ യൂസ്ഫുൾ ആണെന്ന് അത് ഗംഭീരമായിട്ട് പരിശോധിക്കാം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരു സാമ്പിൾ മൈൻഡ് മാപ്പ് ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് മക്കളെ സൈലത്തിൻ്റെ ക്ലാസ് 10 CBSE വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒന്നാമത്തെ മാത്സ് പാഠത്തിൻ്റെ റിയൽ നമ്പേഴ്സിൻ്റെ മൈൻഡ് മാപ്പ്. ഇതിനകത്ത് ഒന്നാമത്തെ പോയിന്റ് നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് അതെന്താണ് പ്രൈം ഫാക്ടറൈസേഷൻ. ഒരു വിദ്യാർത്ഥി ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രൈം ഫാക്ടറൈസേഷൻ ആണെന്ന് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. രണ്ടാമത് പറയുന്നത് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്, മൂന്നാമത് എങ്ങനെയാണ് എച്ച് കാണുക, നാലാമത് എങ്ങനെയാണ് LCM കാണുക, മുതലായിട്ട് ഒരു ചാപ്റ്ററിൽ ഒരു വിദ്യാർത്ഥി എന്താണ് പഠിക്കേണ്ടത്, കംപ്ലീറ്റ് കോൺസെപ്റ്റുകൾ ഈ ഒരു മൈൻഡ് മാപ്പിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലുപരി ഏറ്റവും ഗംഭീരമായ ഫോർമുല. ഈ ചാപ്റ്ററിനകത്ത് എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ട് പഠിക്കേണ്ടത് ഒറ്റ ഫോർമുലയാണ്, LCM × HCF = പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ്. ആ കാണുന്ന ഫോർമുല നിങ്ങൾക്ക് കൂടെ എല്ലാവരും കാണാൻ വേണ്ടി സാധിക്കുന്നത് 5ാമത്തെ നമ്പറിൽ. ഈ പറയുന്ന ഒരു 8 കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിലെ മാത്സിലെ ഒന്നാമത്തെ പാഠമായിട്ടുള്ള റിയൽ നമ്പേഴ്സിലെ കംപ്ലീറ്റ് കോൺസെപ്റ്റ് അവസാനിച്ചു കഴിഞ്ഞു. ഇത് മാത്രം പഠിച്ചാൽ മതി നമുക്ക് ഈ ചാപ്റ്ററിലെ കംപ്ലീറ്റ് മാർക്ക് ഉറപ്പുവരുത്താനായിട്ട്. ഇങ്ങനെ നമ്മൾ ഓരോ ചാപ്റ്റർ റിവൈസ് ചെയ്യുമ്പോൾ വളരെ സുഖമായിട്ട് തന്നെ ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിൽ നമുക്ക് ഫുൾ മാർക്കിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാകും, മാത്സിന് മാത്രമാണ് മൈൻഡ് മാപ്പ്? മക്കളെ, മാത്സിന് മാത്രമല്ല, നമുക്ക് എല്ലാ വിഷയത്തിനും നിങ്ങൾക്കുള്ള മൈൻഡ് മാപ്പ് പ്രൊവൈഡ് ചെയ്യും. മാത്സിന് വരും, ഫിസിക്സിന് വരും, കെമിസ്ട്രിക്ക് വരും, ബയോളജിക്ക് വരും, SS-ലുള്ള ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്സ് എല്ലാ വിഷയത്തിനും നിങ്ങൾക്ക് മൈൻഡ് മാപ്പ് അവൈലബിൾ ആയിരിക്കും. മൈൻഡ് മാപ്പിൻ്റെ നമുക്ക് മറ്റ് അപ്ഡേറ്റ്സുമായിട്ട് മൈൻഡ് മാപ്പ് എവിടെ ലഭിക്കും എന്നെല്ലാം തന്നെ ഈ നിമിഷം എല്ലാ വിദ്യാർത്ഥികളും ആലോചിക്കുന്നുണ്ടാവും. സോ മൈൻഡ് മാപ്പിൻ്റെ മറ്റ് അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വേറെ ദിവസം കണ്ടുമുട്ടാം. ബൈ ഓൾ, താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ് അഫ്നാസൊക്കെ നമുക്ക് ഒന്നിച്ച് പഠിച്ചുകൊണ്ട് തന്നെ ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിൽ ഫുൾ മാർക്കിലേക്ക് നടന്നിങ്ങാം.